സോ ഗൈസ്, നമ്മൾ ഇന്നൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പോവാണ്. ലൈക്ക് എങ്ങനെയാ തുടങ്ങേണ്ട കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ലൈക്ക് ഉള്ള യൂട്യൂബ് പരിജ്ഞാനങ്ങളും എല്ലാ കാര്യങ്ങളും വെച്ച് നമ്മളൊന്ന് ചെയ്യാൻ പോവാണ്. ഇതെൻ്റെ കൂട്ടുകാരനാണ്, ഇതിനു വേണ്ടിയാണ് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പോവാണ്. ആള് ക്യാമറയോണ്ട് പുച്ഛാണ്, അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കണേ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കമ്പോണൻസിലേക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ മുത്തുകൾക്ക് എല്ലാം പരിചയപ്പെടുത്താൻ പോകുന്നത് കമ്പോണൻസ്. സോ ഇത് ഡീപ്പ് കൂളിൻ്റെ ഒരു ലിക്വിഡ് കൂൾ CPU കൂളറാണ്. ഇത് Core i5. ഇതിൻ്റെ സ്പെസിഫിക് മോഡൽ 14 Gen ആണ്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി പ്രെറ്റി ഗുഡ്. എത്രയായിരുന്നടാ? KF അല്ലേ? ഓക്കെ. പിന്നെ DDR5 2 RAM, അത് T-Forceൻ്റെ ആണ്. പിന്നെ B7 B450 ആണ് സാധാരണ പറയണത്. നമ്മൾ B760 Wi-Fi മോഡലാണ് നോക്കിയേക്കണേ. പിന്നെ ക്രൂഷ്യലിൻ്റെ ഒരു 1 TB ഹാർഡ് ഡിസ്ക്, M.2 SSD. പിന്നെ നമ്മുടെ മെയിൻ സാധനം GeForce RTX 4060. ദെൻ നമ്മുടെ ഡീപ്പ് കൂൾ ബ്രാൻഡിന് തന്നെ ഒരു ബ്രോൺസ്, ഇത് എത്രയാണ്, 750 വാട്ട്സിൻ്റെ നമ്മളൊരു PSUം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ കമ്പോണൻസ്. Nice. Here is our motherboard, Asus. കൊള്ളാല്ലേ? പൊളി സാധനം. കൊള്ളാം. ഫ്രഷ്ലി ബേക്ക്ഡ് ആണ്. IO ഷീൽഡ്, പവർ IO കണക്ഷൻ. ഇങ്ങനെ വെക്കുന്നു നമ്മുടെ മദർബോർഡ്. നമ്മളിങ്ങനെ വെക്കുന്നു. നമ്മൾ തുറന്നു, സാധനം എടുത്തു. നമ്മൾ ലോക്ക് ചെയ്യാൻ പോവാണ്. ചില പാടായിരിക്കും. ലോക്കായിരിക്കുന്നു. നമ്മൾ 2 സ്ലോട്ടിൻ്റെ ഫസ്റ്റ് സ്ലോട്ടിലേക്കാണ് ഇടാൻ പോണേ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രൂഷ്യലിൻ്റെ സാധനം. ഓക്കെ, 1 TB ആണ്. നല്ലൊരു ഡീല് കിട്ടിയപ്പോൾ നമുക്ക് എടുത്താണ്. ഓക്കെ, നമ്മൾ പൊട്ടിക്കുന്നു. പൊട്ടി. സെറ്റ് കിട്ടിയിരിക്കുന്നു. ഓക്കെ, ക്യാബിനറ്റ് നമ്മളങ്ങ് എടുക്കുകയാണ്. കിടത്താം.
3 hours later. നമ്മളപ്പോൾ കൂളർ ഇതെല്ലാം സെറ്റാക്കി. ഈ ഫാൻ ഒരു ചെറിയ പ്രശ്നമായിരുന്നു. ഈ ഫാൻ അത് നമ്മൾ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പൊന്നു ഗൈസ്, പാടുപെട്ട പണിയാണ്. എന്നാലും നമ്മൾ എന്തൊക്കെയോ കണ്ടുപിടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. യപ്പ്, നമ്മളങ്ങനെ മിക്ക സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി നോക്കണം. ഏതായാലും നമ്മൾ ഗ്രാഫിക്സ് കാർഡ് ഇത് അൺബോക്സ് ചെയ്യാൻ പോകണം. എത്തി മോനെ സാധനം. ഓക്കെ, ഓ യേ, സാധനം കിട്ടി. ഓ യേ, ഇത് നമുക്ക് ഇനി ഫിറ്റ് ചെയ്യാം. യപ്പ്, അങ്ങനെ നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് നമ്മുടെ പുറയിലത്തെ 2 IO ഷീൽഡൊക്കെ ഇളകി കളഞ്ഞിട്ടുണ്ട് ഫോർ ബെറ്റർ കൂളിംഗ്. നമ്മളപ്പോൾ അത് ഫിക്സ് ചെയ്യുവാണ്. ഓക്കെ, യാസ് കയറിയിരിക്കുന്നു. അതിൻ്റെ സ്ക്രൂ വെച്ച് നമുക്കങ്ങ് ചെയ്യാം. സോ യാ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ട്രയൽ റൺ നമ്മൾ പറ്റാവുന്ന അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, യാ, നമ്മൾ പവർ ഓൺ ചെയ്യാൻ പോവാണ്. യാ, പുറകിൽ ഓൺ ആക്കണമായിരിക്കും. ഇല്ല, കിട്ടിയ റൈറ്റ്. യപ്പ്, നമ്മളിപ്പോൾ സെറ്റിങ്സ് ചെയ്യാൻ പോകണം. യുണൈറ്റഡ് കിങ്ഡം. ഗൈസ്, അങ്ങനെ സെറ്റായി കിട്ടിയിരിക്കുന്നു. നമ്മുടെ ഇവിടെ പരിപാടി വിജയിച്ചിരിക്കുന്നു. ഇനി ജസ്റ്റ് നമുക്ക് നോക്കാം. ഗോയിങ് ടു ടാസ്ക് മാനേജർ. CPU, disk, remover. ഓക്കെ, ഓൾറൈറ്റ്. എനിക്ക് തോന്നുന്നു ഇനി ഇതിൻ്റെ അകത്ത് ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ ഗൈസ്. അങ്ങനെ നമ്മുടെ RTX 4060 സാധനം റെഡിയായി. ഇനി ഡ്രൈവേഴ്സൊക്കെ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിവേസ് നമ്മളിപ്പോഴും ഇപ്പോൾ 2-3 ഫാനൊന്നും കറങ്ങണില്ല. സോ അതിൻ്റെ നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് പക്ഷേ CPU-ൻ്റെ കൂളർ സെറ്റായിട്ടുണ്ട്, എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ വൈഫൈയുടെ ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് സ്റ്റിൽ ഇൻ ലൈക്ക് ഇൻ എ പ്രോട്ടോടൈപ്പ് മോഡ്. നമ്മൾ ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഒരു B-roll കാണിക്കാം. അല്ല, നമുക്ക് B-rollലേക്ക് പോവാം. സോ ഗൈസ്, നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് കളിച്ച് നോക്കിയായിരുന്നു. എല്ലാം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ റെഡ് ഡെഡ് കളിച്ച് നോക്കി. ഇത് ഗ്രാഫിക്സ് ഫുള്ളും അൾട്രാ ലൈറ്റായിട്ടാണ് നമ്മൾ നോക്കിയത്. DX12 ഉൾക്കാനല്ല, DX12 ആണ് നമ്മൾ ഇത് ചെയ്തത്, സെറ്റിങ്സിൽ മാറ്റിയത്. ഐ തിങ്ക് നമ്മളിപ്പോൾ നമ്മുടെ ഈ
ചെറുതാണോ ഈ വീഡിയോ നമ്മൾ അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ.